ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സുധി പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുക്കുവാണ്. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് വീട്ടിൽ സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാവേ. അത് കഴിഞ്ഞ് നമ്മുടെ ആനന്ദും അതുപോലെ തന്നെ സുധിയും കൂടി ചേർന്നിട്ട് ആ പുതിയ വീട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വീടിന്റെ മുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ തന്നെ സുധി ചോദിക്കുന്നത് എന്ത് നല്ല എൻട്രൻസ് ആണെന്നാണ്. നിന്റെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ ഓപ്പൺ ആവാണ്, അതിന്റെ എൻട്രൻസ് ആണ്. വീട്ടിനുള്ളിൽ ചെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനും സൂപ്പറാണ്. അപ്പോഴേക്കും ആ വീടിന്റെ ഓണേഴ്സ് എന്ന് പറയുന്ന രണ്ടുപേര് പുറത്തേക്ക് വരുന്നുണ്ട്. തന്നെ അവര് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ. അവര് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ആനന്ദാണെന്നുണ്ടെങ്കിൽ സുധിയെ പേര് പറഞ്ഞിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് വാക്കിങ്ങിന് പോവാറുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുകയും ചെയ്തു. സർ, വീട് പുറമേന്ന് കാണാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയുണ്ടെന്ന് സുധി അവരെടുത്ത് പറയാണേ. അതിന് നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഇത് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തപ്പോ ആരുടെങ്കിലും കയ്യിൽ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങളാണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, തൊഴിലാണെങ്കിൽ മുന്നേറി വരുന്ന ഒരാളാണെന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങളെപ്പോലെ ഒരാളുടെ കയ്യിലേക്ക് ഈ വീട് ഏൽപ്പിച്ച നന്നായിരിക്കും എനിക്ക് തോന്നി. ഒരു സാധനം അതിന്റെ വിലയറിയുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് വേണമല്ലോ പോകാനെന്നൊക്കെ സുധീരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സാറ് പറയുന്നത് കറക്റ്റാണ്. അങ്ങനെ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ വീട് ഏൽപ്പിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നി. ഈ വീടിന്റെ രാശിയാല് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധിയും ഭയങ്കര ഇംപ്രസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. സർ, എന്റെ വൈഫ് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നതിന് ശേഷം ഉള്ളിലൊക്കെ നോക്കി കാണാം എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കാൻ വേണ്ടി പറയാനുണ്ട് സുധീരുടെ അടുത്ത്. സർ, കൈ താ എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ സുധിയുടെ കൈ പിടിച്ചിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്. സർ, ഞാൻ പ്രതീക്ഷിച്ച എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ട്. ഈ വീട് വാങ്ങുന്ന ആള് വൈഫിന് റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ട്. സർ, ഞാനും എന്റെ വൈഫിന് ആരുടെ മുമ്പിലും വിട്ടുകൊടുക്കാറില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്കും ഇഷ്ടമാണ്, അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്കും ഇഷ്ടമല്ല. സാറും എന്നെ പോലെ തന്നെയാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്. സാറിന്റെ വൈഫ് ഭയങ്കര ലക്കിയാണെന്നൊക്കെ പറയണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ആ വീടിന്റെ ഓണേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതില് വൈഫ് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഭാഗ്യവതിയാണ്, ഇതുപോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. നിങ്ങൾ വരാതെ ഈ വീട്ടിനുള്ളിലേക്ക് കയറില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. അത്രയ്ക്കും നിങ്ങളോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. വൈഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭർത്താവിന് എന്ത് സാധിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. വരൂ നമുക്കിനി വീട്ടിനുള്ളിൽ കാണാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഉള്ളിലേക്ക് കയറുവാണ്. കയറുമ്പോ തന്നെ ശ്രുതി ഇത് ഭയങ്കര വലിയ വീടാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചുറ്റി കറങ്ങി കാണുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും. സ്വിമ്മിംഗ് പൂളും മോളിൽ നിന്നുള്ള വ്യൂസും എല്ലാം കണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ അരികിലെത്തുമ്പോൾ എനിക്ക് ഈ വീട് കണ്ടപ്പോഴേ ഇഷ്ടമായി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഓണേഴ്സ് പറയുന്ന രണ്ടുപേരുടെ അരികിലേക്ക് ചെല്ലുവാണേ. അവരുടെ കൂടെയാണ് ആനന്ദം ഉള്ളത്. സുധിയും ശ്രുതിയും അവരുടെ അരികിലേക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മുഴുവൻ മനസ്സൊന്നുമില്ല, കാരണം ഞങ്ങള് ജീവിതം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ദുബായിലാണുള്ളത്. അങ്ങോട്ടേക്ക് പോവാണ് ഞങ്ങള്. അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് വിൽക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും കൂടിയാണ് വിൽക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളിലിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് വീടിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടിട്ട് അവർക്കാർക്കും ഒരു സംശയമൊന്നും തോന്നുന്നില്ല. അതിനുശേഷം പറയുന്നുണ്ട് ഏകദേശം 5 കോടി വരും ഈ വീടിന്റെ വാല്യൂ. ഞങ്ങൾക്ക് 3 കോടി തന്നാൽ മതി. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതെന്ത് സർ, 5 കോടിയുടെ വീട് നിങ്ങൾ 3 കോടിക്ക് വരാൻ വേണ്ടി പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങള് ഈ വീട് മേടിച്ചത് 2 കോടി രൂപയ്ക്കാണ്. പിന്നെ 3 കോടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെയാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ വീട് നല്ലൊരാളുടെ കയ്യിലായിരിക്കണം ഏൽപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ വില കുറച്ച് വിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ 3 crores ഞങ്ങൾക്ക് ഉടനെ തരാൻ വേണ്ടി പറ്റില്ല. ബാങ്കില് ലോൺസിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതെ സാർ, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറയണേ. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, എനിക്കും മനസ്സിലാവും. ഞാനും മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് ഉയർന്നു വന്നത്. ഈ വീടുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാവും. നിങ്ങൾ ടൈം എടുത്തിട്ട് പണം അറേഞ്ച് ചെയ്താൽ മതി. പക്ഷേ കസ്റ്റമില് ഒരു 50 lakhs കെട്ടണം. നിങ്ങൾ അതാദ്യം തരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. സർ 50 ലക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു 30 lakhs ഞങ്ങൾ തരാം. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 30 ലക്ഷം തന്നോളൂ, ബാക്കി 20 ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം. സർ ഞാൻ പണം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ബാങ്കിൽ ലോൺ ഇടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഞാനും ലോൺ മേടിച്ചിട്ട് തന്നെയാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ട എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾ ആദ്യം ഒരു 30 ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ 6 മാസം സമയമെടുത്തോളൂ ബാക്കി കാശ് തരാൻ വേണ്ടിയിട്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും പിന്നെ നിങ്ങൾ 30 ലക്ഷം രൂപ തന്നതിന്റെ എഗ്രിമെന്റും ഒക്കെ ഞാൻ തരാം. അപ്പോൾ 6 മാസം വരെ സർ ഈ വീടെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട. 30 ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചാവി തരാം. വേണമെങ്കിൽ ഇനി ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങളുടെ ഫാമിലിയോട് കൂടി വന്നിട്ട് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തോളൂ എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇത്രയൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ പണം അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ആ ആളുടെ ഭാര്യ പറയുന്നുണ്ടേ. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വെച്ചിട്ട് നിങ്ങൾ 5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയാണേ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ ഈ വീടിന് വേണ്ടി ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് സർ വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ പണം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തിരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങുന്നുണ്ടേ. മുമ്പായിട്ട് 1 മിനിറ്റ് ശ്രുതി ഒന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവരെ കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ നിന്ന് കുങ്കുമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തൊട്ടിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങി പുറത്തിങ്ങനെ നിൽക്കുവാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ആനന്ദിന്റെ അടുത്താണ്. കാരണം ആനന്ദാണല്ലോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ബ്രോ താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ നല്ല പാർട്ടിയാണ് എന്നുള്ള കാര്യം. ഇത്രയും വലിയൊരു വീടല്ലേ നീ മേടിക്കാൻ വേണ്ടി പോകുന്നത്? അതെ, ഇതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. ശ്രുതി നിനക്ക് വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ, എനിക്ക് 2% കമ്മീഷനും കൂടി വരണമെന്ന് പറയണേ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കറക്റ്റ് ആണല്ലോ, അതുകൊണ്ട് തരാം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. അങ്ങനെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലുള്ള 2 പേരുണ്ടല്ലോ, അവര് ഭയങ്കര സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരാൾ വന്നു പെട്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ അവര് 30 ലക്ഷം രൂപ തരും. അത് മേടിച്ചിട്ട് ഈ വീടിന്റെ ആൾക്ക് നമ്മൾ 1.5 ലക്ഷം രൂപയും കൊടുത്ത് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാൻ വേഗം എന്ന് പറയുകയാണേ. ബാംഗ്ലൂരിൽ ഇതുപോലത്തെ ഒരു വീടുണ്ട്, അവിടെ ചെന്നിട്ട് നമ്മുടെ പണി വീണ്ടും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഹാപ്പിയാണേ. ഇത് ശരിക്കും ഒരു ട്രാപ്പാണ്. സുധിയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് അവര് പോവാണ് കേട്ടോ ചെയ്യുക. പക്ഷെ ഇതൊന്നും അറിയാതെ വലിയ ആളാവുന്നുണ്ട് സുധിയും അതുപോലെ ശ്രുതിയും. ഇനി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മണ്ഡപം ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നുണ്ട് രേവതി. രേവതിയെ കണ്ട ഉടനെ തന്നെ ഇന്നലെ ചെയ്ത മണ്ഡപം ഡെക്കറേഷൻ നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണെ. അതിന് നന്ദി അറിയിക്കുന്നുണ്ട്. സർ, ഈ മാനേജർക്ക് നന്ദി അറിയിക്കണം. എനിക്ക് വേണ്ടിയിട്ട് എന്നെ വിശ്വസിച്ചിട്ട് വർക്ക് തന്നല്ലോ, അതിന് വേണ്ടിയിട്ട്. നീയും നന്നായിട്ട് തന്നെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ നിന്റെ നമ്പർ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി നിനക്ക് ഓർഡർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കേട്ട് രേവതി ഭയങ്കരമായിട്ട് സന്തോഷവതി ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് 7000 രൂപ നിനക്ക് വന്നു ചേരേണ്ട പണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മേടിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങളുടെ മാനേജർ നിന്നെ തന്നെ ഇനി ഓർഡേഴ്സിന് വിളിക്കത്തുള്ളൂ. സാധാരണയായിട്ട് ഈ മണ്ഡപത്തിലെ ഓർഡേഴ്സ് ഒക്കെ വേറൊരു സ്ത്രീക്കാണ് കൊടുക്കാറ്. അവര് വർഷങ്ങളായിട്ട് ഓർഡേഴ്സ് എടുത്ത് ചെയ്യുന്നതാണ്. ഇത്തവണ നിനക്ക് തന്നതുകൊണ്ട് ആ സ്ത്രീ എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതിയുടെ മുഖം വാടുന്നുണ്ട്. ഇവര് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ പുറത്ത് മണ്ഡപത്തിന്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ, സർ എനിക്ക് ചെറിയ ചെറിയ ഓർഡർ കിട്ടിയാൽ മതി, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നു, ആ ഓർഡർ മാത്രം എനിക്ക് തന്നാൽ മതി. ബാക്കിയുള്ള ഓർഡേഴ്സ് ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം വ്യാപാരമല്ലേ. നീ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ ആ സ്ത്രീ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. ഒന്നും ആർക്കും വിട്ടുകൊടുക്കില്ല. അവര് ഒരുപാട് ആളുകളൊക്കെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ്. സർ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം, വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. പുറത്ത് മണ്ഡപം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന ആ സ്ത്രീ വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫ് ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവരിറങ്ങാതെ പേപ്പറിനകത്ത് എന്തൊക്കെയോ നോക്കി മാർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഇറങ്ങാത്ത സമയത്ത് മാഡം കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവരിറങ്ങാതെ തന്നെ നിൽക്കുവാണല്ലോ, അതുകൊണ്ട് മാഡം മണ്ഡപം എത്തിയെന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ എന്താടാ അത് എനിക്കറിയില്ലെന്ന് ചോദിച്ചിട്ട് കയ്യിലുള്ള ന്യൂസ് പേപ്പർ എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുവാണ്. എന്നതിന് ശേഷമാണ് കേട്ടോ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുമാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവന്റെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കുറുകെ കയറി സംസാരിക്കരുതെന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ബാഗ് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്.
മണ്ഡപത്തിന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് അവിടെ വണ്ടിയിൽ ഒരു ബോക്സ് വെച്ചിട്ടുള്ള ഇത് കാണുന്നത് നമ്മുടെ രേവതിയുടെ വണ്ടി. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് 500 മാല കെട്ടി വലിയ കാര്യം ചെയ്ത സച്ചിയുടെ ഭാര്യ രേവതി എന്നാണല്ലോ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതിങ്ങനെ വായിച്ചു നിൽക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പൈസ പേഴ്സിനകത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുവാണേ. രേവതി ഒരു നോട്ടം നോക്കിയിട്ട് ആ സ്ത്രീ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീയെ രേവതി അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, കാരണം രേവതിക്ക് അറിയില്ലല്ലോ. രേവതി വണ്ടി എടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ആ പെണ്ണുങ്ങൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള ആളാണെങ്കിൽ ഭയങ്കര സ്വീകരണമൊക്കെ കൊടുക്കാണ്. വരും മേഡം ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇരുത്തിക്കുന്നൊക്കെ ഉണ്ട്. മാഡം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങളുടെ ദയവിലല്ലേ ഞങ്ങൾ ജീവിച്ചു പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ മാഡം അങ്ങനെയൊന്നുമില്ല, ഞാൻ അറിയാതെ എന്റെ ഓർഡർ മറ്റാർക്കോ കൊടുത്തു അല്ലേ, ഇതെന്താ ഒരു പുതിയ ശീലം, ഇപ്പോ നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ലേ? അയ്യോ മാഡം അങ്ങനെയൊന്നുമില്ല എന്ന് അയാൾ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഒരാഴ്ച ഞാൻ ഈ നാട്ടിലില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും നിങ്ങൾ ഓർഡർ വേറെ ആൾക്ക് മാറ്റി കൊടുത്തു അല്ലേ? അയ്യോ ഞാനല്ല കൊടുത്തത്, ഞാൻ അങ്ങനെ വേറെ ആർക്കെങ്കിലും മാറ്റി കൊടുക്കുമെന്ന് ചോദിക്കുകയാണേ. അപ്പോ ഞാൻ കള്ളം പറയുന്നതാണോ പറയുന്നത്? അയ്യോ മാഡം അല്ല കള്ളം പറയുന്നത്, ഇദ്ദേഹം വേറൊരു പെണ്ണിന് ഓർഡർ മാറ്റി കൊടുത്തു എന്ന് പറയാണേ. ഞാനല്ല കൊടുത്തത്, അവള് നേരെ വന്നിട്ട് ഓണറെ കണ്ട് സംസാരിച്ചു, അവരാണ് ഓർഡർ മാറ്റി കൊടുത്തത് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന മാനേജർ പറയുകയാണേ. അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതുവരെ നിനക്ക് കമ്മീഷൻ എന്തെങ്കിലും ഞാൻ കുറച്ച് തന്നിട്ടുണ്ടോ? എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ? ഇതുവരെയുള്ള എല്ലാ ഓർഡേഴ്സും ഈ പറയുന്ന ഞാൻ തന്നെയല്ലേ ചെയ്തു കൊടുത്തത്? നേരെ ഇവിടെ വന്നിട്ട് ഓണറെ കാണുകയും കുറച്ച് സാമ്പിൾസ് കാണിച്ചു. അത് നല്ലതാണെന്നുള്ള കാര്യം തോന്നിയത് കൊണ്ടാണ് ഓണർ അവർക്ക് ഓർഡർ കൊടുത്തത്. ആരാണ് ആ പെണ്ണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അവള് ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഓർഡറിൽ തന്നെ 3 പേരും കൂടി ചാടി പുറത്തേക്ക് വരുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ചേച്ചിമാർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അവര് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും രേവതി നിർബന്ധിച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഇവര് കാണുന്നുണ്ട് രേവതിയെ. രേവതി പോകുന്നത് നോക്കി നിന്നതിന് ശേഷം ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെയുള്ള ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ്? ഇത് നിന്റെ കമ്മീഷനാണ്. വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ പേര് ഒരു തവണ പറഞ്ഞതിന് ശേഷമൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതേസമയം രേവതി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് സ്വീറ്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിപ്പോ രേവതി ഇടയ്ക്കൊക്കെ സ്വീറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. കഴിഞ്ഞ ദിവസമല്ലേ ഓർഡർ കിട്ടിയതിന്റെ സ്വീറ്റ് നീ തന്നത്? അച്ഛ വേറൊരു വിശേഷമുണ്ട്, അതുകൊണ്ടാ സ്വീറ്റ് തന്നത്. ഇത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അല്ല രവിയേട്ടാ, ഇതെന്താ നിങ്ങൾ സ്വീറ്റ് കഴിക്കുന്നത്? എടി നീ ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ് മേടിച്ചു കൊടുത്തിട്ട് രവിയേട്ടനെ ഷുഗർ പേഷ്യന്റ് ആക്കുമെന്ന് ചോദിക്കുകയാണ്. അതിന് ചന്ദ്രയെ എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ, ഇനി ഇല്ലാന്ന് വിചാരിച്ചിട്ട് തിന്ന് വരുത്തണോ? നീ പറഞ്ഞു വരുത്താതിരുന്നാ മാത്രം മതി ചന്ദ്രേ. ഇപ്പൊ സ്വീറ്റ് തരാൻ മാത്രം എന്ത് വിശേഷമാണോ നടന്നത്? ഞാന് മണ്ഡപത്തിന്റെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റി. അത് മാത്രമല്ല എനിക്ക് നല്ല പേരും കിട്ടിയെന്ന് പറയാണേ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ അച്ഛൻ ഞാന് ഇങ്ങനെ ഓർഡർ എടുത്ത് ചെയ്യണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല, ഇപ്പോഴാണ് നടക്കുന്നത്. പണ്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് നടക്കുന്നത്? പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടായിരുന്നല്ലോ പൂ മേടിച്ചിട്ട് വിറ്റിട്ട് ആ പൈസയാണ് കടമടച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വാത്തോരാണ്ട് സംസാരിക്കുവാണേ. ചന്ദ്രയെ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് രവി കൊടുക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോവാണ്. പോകുന്ന ചന്ദ്രയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നീ വാ തുറക്കെന്ന് പറയുന്നുണ്ട്. ഞാനിതിനെ വാ തുറക്കുന്നത് ഇല്ലെങ്കിലും ഇങ്ങനെയാണോ എന്നിട്ടാണോ വാ തുറക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര വാ തുറക്കുന്ന ആ സമയം നോക്കിയിട്ട് ആ സ്വീറ്റ് എടുത്തിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. സ്വീറ്റ് കഴിക്കുക, വാ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ നീ വെറുതെ വളവളാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചെറുന്ന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നോടനെ തന്നെ എന്താ കയ്യിൽ സ്വീറ്റും മുഖത്ത് ചിരിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. സച്ചിയേട്ടാ, നമ്മള് അന്നെടുത്ത ഓർഡർ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ തീർന്നു, അതിൽ ബാക്കി കിട്ടാനുള്ള വരുമാനം കൂടി വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ വലിയ താജ്മഹൽ അല്ലേ ഡെക്കറേഷൻ ചെയ്തു കൊടുത്തിരിക്കുന്നത് വരുമാനം വരാൻ വേണ്ടിയിട്ട്. താജ്മഹൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് മണ്ഡപമല്ല, അത് സ്നേഹത്തിന്റെ ഓർമ്മയാണെന്ന് പറയാണേ. ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സച്ചി പറയുന്നുണ്ട്. അതേസമയം രവിയാണെന്നുണ്ടെങ്കിൽ അതിലെ വിക്ടറി എന്ന് പറയുന്നതിൽ ചെറുത് വലുത് അങ്ങനെ വലുതും ഉണ്ടോ? നിനക്ക് ഇനി സ്വീറ്റ് വേണോന്ന് ചോദിക്കുമ്പോ ഞാനിപ്പോ വായ മൂടിയിരിക്കണം അതല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, പോവാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് പോവാണേ. അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛ രേവതി നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഭിനന്ദിച്ച് പോയിക്കൂടെ? ഇതേ സ്ഥാനത്ത് ശ്രുതിയോ അതുപോലെ വർഷമാണെന്നുണ്ടെങ്കിൽ തലയിൽ കയറ്റി ആടുമല്ലോ. എടാ അത് വിടടാ രേവതി, നിനക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഓർഡേഴ്സ് ഇനി വരും, നീ നന്നായിട്ട് മുന്നേറി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വീറ്റും കൂടി എടുത്തിട്ട് രവി അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് രേവതി. അച്ഛൻ വാക്കിങ്ങിന് പോയി കഴിഞ്ഞതിന് ശേഷം രേവതി സച്ചിയെ വലിച്ചോണ്ട് പോയിട്ട് ഇതാ സച്ചിയുടെ സ്വീറ്റ് എടുക്കുന്ന പറയുന്നുണ്ട്. അങ്ങനെ രേവതി തന്നെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സച്ചിയുടെ. അത് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ട്, ഇതില് എനിക്ക് ആദ്യത്തെ വരുമാനം വന്നു 7000 രൂപ, ഇതാ സച്ചിയേട്ട എന്ന് പറഞ്ഞിട്ട് നീട്ടുന്നുണ്ട്. എനിക്കെന്തിനാ തരുന്നത്? നീയല്ലേ കഷ്ടപ്പെട്ട് ഓർഡർ എടുത്ത് ചെയ്തത്, നീ തന്നെ വെച്ചോ എന്ന് പറയാണേ. അല്ല സച്ചിയേട്ട, ഈ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പൂവൊക്കെ എടുത്തോണ്ട് വന്ന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് സച്ചിയേട്ടനല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നീ അതിന് ശമ്പളം തന്നാ മതി. അങ്ങനെയൊന്നുമല്ല സച്ചിയേട്ട, മൊത്തം ശമ്പളം സച്ചിയേട്ടനുള്ളതാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നീട്ടുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്ന
കഴിക്കുന്നതെല്ലാം സച്ചേട്ടനുള്ളതാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുവാണേ. അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്, മാസത്തിൽ ഇതുപോലെ 2 ഓർഡർ കിട്ടിയാൽ മതി, അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുകളിൽ റൂം കിട്ടുകയും അതുപോലെ തന്നെ കടകൾ അടച്ചു തീർക്കുകയും ചെയ്യാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ സച്ചേട്ട കിട്ടും. ആ മണ്ഡപത്തിന്റെ ഡെക്കറേഷന്റെ ഓണർ ഉണ്ടല്ലോ, എനിക്ക് എല്ലാ ഓർഡറും തരാന്നുള്ള കാര്യം പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് സച്ചേട്ട ഞാൻ 7,000 രൂപ സമ്പാദിച്ചു. ഇതുവരെ സച്ചേട്ട ഞാൻ പൂ കെട്ടിയിട്ട് ഇത്രയും സമ്പാദിച്ചിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് സമ്പാദിച്ചു. സച്ചേട്ടനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചില്ലേ. ഇത് കേട്ടുമ്പോൾ സച്ചിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പണം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സച്ചി ആ പണം എണ്ണൽ ഇങ്ങനെ നിർത്തുവാണേ. രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട്, സച്ചേട്ട ഇത് കൊണ്ടുപോയിട്ട് ആ കുഞ്ചിക്കകത്തെങ്കിലും ഇട്. അല്ല, നീ തന്നെ ഇട്ടാ മതി എന്ന് സച്ചി പറയുമ്പോ അവിടെ പോയിട്ട് ഇടാൻ വേണ്ടിട്ട് സച്ചേട്ടന്റെ മടിയാണല്ലേ. ശരി, ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് ഇട്ടോളാം. പിന്നെ സച്ചേട്ട മുകളില് തുണി ഞാൻ അലക്കിയിട്ടിട്ടുണ്ട്, അതൊന്നും എടുക്കും. ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണേ. ഒരു ദിവസം സമ്പാദിച്ചപ്പോഴത്തേക്കും രേവതി പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ട് നമ്മുടെ സച്ചിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. പക്ഷെ രേവതി ആണെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല, അവളുടെ ആ സന്തോഷം ഉണ്ടല്ലോ അതാണ് പ്രകടിപ്പിക്കുന്നത്. എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും രേവതി പറഞ്ഞ ആ വാക്കുകളാണ് കേട്ടോ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ സച്ചേട്ടനേക്കാളും കൂടുതൽ സമ്പാദിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണം കുഞ്ചിക്കകത്തിടുന്നത് ഞാനാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് ആള് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രേവതി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് ബെഡില് സച്ചേട്ടനെ കാണുന്നില്ല. ഉള്ളിലേക്ക് വന്നത് കണ്ടില്ലല്ലോ. ഒരുപക്ഷെ ടെറസില് മോള് സംസാരിക്കുന്നു വിചാരിച്ചിട്ട് പോയി മുകളിൽ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയും സച്ചിയെ കാണാനില്ല. തന്നെ ഇനി പുറത്ത് കാർ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയും സച്ചിയെ കാണുന്നില്ല, കാറും കാണുന്നില്ല. വാക്കിംഗ് കഴിഞ്ഞിട്ട് വരുന്ന രവിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രേവതി സച്ചി നേരത്തെ പോയോ? ഞാന് വാക്കിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ കാർ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അച്ഛൻ അറിയില്ല, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സച്ചേട്ടൻ ഇല്ലായിരുന്നു. എന്റെ അടുത്ത് പറയാതെയാണ് പോയത്. ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും. മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് രവി ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. രേവതി ആണെങ്കിൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നെന്താ വർഷം നേരത്തെ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ, ചേച്ചി ഇന്ന് നേരത്തെ പോകണം ഡബിങ്ങിന്, അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. ചേച്ചി ഉണ്ടാക്കുന്ന കോഫിയുടെ മണം ഉണ്ടല്ലോ എനിക്ക് അങ്ങ് അകത്ത് വരെ കിട്ടി. അതൊരു പ്രത്യേക എനർജിയാണ്. ഓക്കെ, ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് നിനക്ക് അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് വർഷയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നതിന് ശേഷം സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുവാണേ. പക്ഷേ സച്ചി ഫോൺ എടുക്കുന്നില്ല. വേഗം തന്നെ കോഫി ഉണ്ടാക്കിയിട്ട് വർഷയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ ആ കോഫി ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ. അതിങ്ങനെ എൻജോയ് ചെയ്ത് കുടിക്കുകയാണ്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞാൻ ഒരുപാട് കടകളിൽ നിന്ന് കോഫി കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന കോഫി പോലെയല്ല. ഇതൊന്നും കേട്ടിട്ട് രേവതി ഇങ്ങനെ മിണ്ടാതെ ടെൻഷൻ അടിച്ചിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല ചേച്ചി എവിടെയാണ്? ഞാനൊരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടും ചേച്ചി എന്താ താങ്ക്സ് പറയാത്തതെന്ന് ചോദിക്കുകയാണെ. അപ്പോഴാണ് രേവതി, സച്ചിയേട്ടൻ രാവിലെ തന്നെ പോയതാണ്, എവിടെ പോയെന്നുള്ള കാര്യം അറിയില്ല, എന്റെ അടുത്ത് ഒരു വാക്ക് പറയാതെയാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടന് ക്യാബ് ബുക്ക് ചെയ്യുന്നത് എപ്പോ വേണമെങ്കിലും വരാലോ. രാത്രി സച്ചിയേട്ടൻ വന്നായിരുന്നോ? ഓ, രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് എന്റെ അരികിൽ ഉണ്ടായിരുന്നില്ല. മോളില് എക്സസൈസ് മറ്റോ ചെയ്യായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കുളിച്ചു വന്ന് നോക്കുന്ന സമയത്ത് സച്ചേട്ടൻ ടെറസിലും ഇല്ല. താഴെ വന്ന് നോക്കുമ്പോ കാറും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പ് സച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും. അങ്ങനെ നേരത്തെ പോവാണെന്നുണ്ടെങ്കിലും എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. ഇപ്പൊ ഞാൻ കോളും ചെയ്ത് നോക്കി, പക്ഷെ എടുക്കുന്നില്ല. ചിലപ്പോൾ ഡ്രൈവിംഗിലായിരിക്കും. ചേച്ചി ഒന്നുകൂടി വിളിച്ചു നോക്ക്. വീണ്ടും ഫോൺ ചെയ്ത് നോക്കുന്ന സമയത്ത് എടുക്കുന്നില്ല കേട്ടോ. ശരി, വിട്ടേക്ക് രവി ചേച്ചി, അവര് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോളൂ. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് രാവിലെ തന്നെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നത്? പോയിട്ട് എനിക്ക് ചായ എടുത്ത് വാ എന്ന് പറയണേ. ചായ കൊണ്ടു കൊടുക്കുമ്പോ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അമ്മ ഉണ്ടാക്കേണ്ടത്? ഇഡ്ഡലി മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഡ്ഡലി അല്ലായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ പൂരി ഉണ്ടാക്കട്ടെ. രാവിലെ എണ്ണയിൽ ഉണ്ടാക്കിയതൊന്നും കഴിച്ചാൽ ശരിയാവില്ല. എന്നാ ദോശയാക്കിയാലോ? ദോശയോ? ദോശയ്ക്ക് എന്താ കറി? ചട്നി? നിനക്ക് സാമ്പാർ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കണേ. അങ്ങനെയാണെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉപ്മാവ് റവയുടെ ആണോ സേമിയത്തിന്റെ ആണോ എന്ന് ചോദിക്കുമ്പോ റവയുടെ. റവ കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. ബ്രെഡ് മതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്താടി പനിയോ മറ്റോ ആണോ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നാൽ മതിയോ? ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് എനിക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ പറ ഞാൻ എന്തുണ്ടാക്കണമെന്ന്. ഇതെല്ലാം കേട്ടിട്ട് വർഷയ്ക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ അത് കഴിച്ചോളും. ശരി, എന്നിട്ട് നീ ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ സച്ചേട്ടൻ പോയി. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണേ. ഇത് കേട്ട വർഷയാണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആന്റി, തൊട്ടടുത്ത റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 കിലോമീറ്റർ ചുറ്റി പോയതുപോലെയായി.
നീ എന്താ വർഷ ഈ പറയുന്നത്? രേവതി ചേച്ചി ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? വേറെ എന്ത് ചെയ്യാനാണ്? അത് കഴിക്കില്ലാതെ ഇപ്പൊ മറ്റു വഴികളൊന്നും ഇല്ലല്ലോ. ആന്റി, സൗത്ത് ഇന്ത്യയിലൊക്കെ അധികം ആൾക്കാരും രാവിലെ ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. അപ്പോ അവരൊക്കെ അവരുടെ തലവിധി ആയതുകൊണ്ടാണോ അതൊക്കെ കഴിക്കുന്നത്? വർഷ പറഞ്ഞത് അത്ര അങ്ങ് ദഹിക്കുന്നില്ലട്ടോ ചന്ദ്രയ്ക്ക്. ചന്ദ്രയാണെങ്കിൽ വർഷയുടെ അടുത്ത് നീയല്ലേ പെട്ടെന്ന് പോകണം എന്നുള്ള കാര്യം പറഞ്ഞത്, വേഗം പോവാൻ വേണ്ടി നോക്ക്, നീ വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക് എന്ന് രേവതിയുടെ അടുത്തും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിക്ക് പേഷ്യൻസിന് അവാർഡ് തരണം. എന്താ നീ അങ്ങനെ പറഞ്ഞത്? ചേച്ചിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചുറ്റി വളച്ച് പറഞ്ഞിട്ട് ചേച്ചി സൈലന്റ് ആയിട്ട് നിന്നില്ലേ? എന്നോട് വല്ലതുമാണ് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ നന്നായിട്ട് കൊടുത്തു വിട്ടേനെ. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സമാധാനം പറയുന്നു. ചേച്ചിയുടെ അത്രയും പേഷ്യൻസ് ഒന്നും എനിക്കില്ല കേട്ടോ. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്